ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഴമായ സ്നേഹത്തിലേക്ക് ഒരല്പം കൂടി ആഴ്ന്നിറങ്ങുവാൻ ഒരു നോമ്പിൻ കാലം കൂടി വന്നെത്തി. നമ്മെ ഏറെ സ്നേഹിക്കുന്ന, അനുദിനം വഴി നടത്തുന്ന ആ കാരുണ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഹൃദയമൊന്ന് ചേർത്ത് വയ്ക്കുവാൻ, ഈശോ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് ആ സ്നേഹം നൽകുവാൻ ഈ നോമ്പിൻ കാലത്തിൽ നമുക്കതിനായി പരിശ്രമിക്കാം. ഒരു പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ്: എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്ന് മൊഴിഞ്ഞു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, അവിടുത്തെ ഹൃദയമാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ജീവനുള്ള അടയാളമെന്ന്. ഈ ഹൃദയമാണ് കാൽവരിയിൽ നമുക്കായി ഈ തുറക്കപ്പെടലിന് മുമ്പ് ഈശോ പറയുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈശോയുടെ ഈ ആഴമായ ക്ഷമിക്കൽ പോലെ നമ്മുടെ ജീവിതങ്ങളിലും ആഴമായ ക്ഷമയുടെ തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കും സാധിക്കണം. കാരണം അപ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവ് നിറയുക. പഴയ നിയമത്തിൽ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നുണ്ട്, ഉൽപ്പത്തി 45-ാം അധ്യായം 5-6 വാക്യങ്ങൾ: എന്നെ ഇവിടെ വിറ്റ് തോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടേക്ക് അയച്ചത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവഹിതപ്രകാരമായിരുന്നു എന്ന് ജോസഫ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ജോസഫിന് ഇത് പറയാൻ കഴിഞ്ഞത്. വിഷമങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടത്തിവിട്ട് ദൈവം ആഗ്രഹിച്ചിടത്ത് ജോസഫിനെ ദൈവം എത്തിച്ചു. ജനതകൾക്ക് അവനെ അനുഗ്രഹമാക്കി ഉയർത്തി. കർത്താവ് ജോസഫിൻ്റെ കൂടെയുണ്ടായിരുന്നു. ദുഃഖങ്ങളിലും വേദനകളിലും പരാജയങ്ങളിലും കൂടെയുള്ള ദൈവം, ശക്തിപ്പെടുത്തുന്ന ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളതൊന്ന് ഭവിക്കുവാൻ വേണ്ടി അനുവദിക്കില്ല, അതിന് അവസരം കൊടുക്കുകയുമില്ല. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനു വേണ്ടിയുള്ളതല്ല, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത് എന്ന് പഴയ നിയമത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട്. ഈ നോമ്പിൻ കാലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കാരണം ക്ഷമയുടെ ആഴങ്ങളിലേക്ക് ഞാൻ എത്തുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആത്മാവ് നിറയുക. ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുറിവേൽക്കപ്പെട്ട നിമിഷങ്ങളും സങ്കടം നിറഞ്ഞ ഓർമ്മകളുമായിരിക്കാം നമുക്കുണ്ടാവുക. ഇതെല്ലാം വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോയുടെ പീഡാനുഭവത്തിന് ശേഷം ഉയർപ്പുണ്ടായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സഹനത്തിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് ശേഷമുള്ള ഉയർപ്പ്. ഇതിനായി ദൈവം അനുവദിക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വരുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും മുറിവുകളുമൊക്കെ. എന്നെ വിശുദ്ധീകരിച്ചുയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കാം. സഹനങ്ങൾക്ക് കാരണമായ വ്യക്തികളോട് ആഴത്തിൽ ക്ഷമിക്കാം. കാരണം ഇവയൊക്കെയും ക്രൂശിതനായ ക്രിസ്തുവിലേക്ക്, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിക്കുന്നു. എന്നെ ആ ഹൃദയത്തോട് സാദൃശ്യമുള്ളതാക്കി അവിടുന്ന് മാറ്റുന്നു. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന്. സങ്കീർത്തകനോട് ചേർന്ന് ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന്.